ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ ആ സമയം, ഹബീബിനെ പ്രസവിക്കപ്പെട്ട ആ സമയത്തിൻ്റെ അടുത്തുള്ള രാത്രി. പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ആ തിങ്കളാഴ്ച സ്വബീഹത്തിലാണല്ലോ പ്രസവിച്ച പ്രബലാഭിപ്രായ പ്രകാരം. സമയം അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. 14 മുൻപ് എത്രയോ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയം. മാഷാ അല്ലാഹ്. ഹബീബിനെ സ്നേഹിക്കണം, ഹബീബിനെ പ്രേമിക്കണം, ഹബീബിനെ മഹബത്ത് വെക്കണം. അതിങ്ങനെ നാക്കിട്ടടിച്ചാൽ പോരാ, മഹബത്തിൻ്റെ പാട്ടുകൾ പാടിയാൽ പോരാ. അലാമത്തുൽ മഹബ്ബ, മഹബത്തിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിൽ കാണണം, അതിൻ്റെ ഫായിദ കാണണം. അതങ്ങനെ നമ്മുടെ എല്ലാ നിഖില മേഖലകളിലും ആ ഇത്തിബാഅ് കാണണം. നമ്മളെ അയിമ്മത്ത് എങ്ങനെയാണോ ഹബീബിനെ ഇത്തിബാഅ് ചെയ്യാൻ പറഞ്ഞത്, അതിലൊക്കെ നമ്മൾ ഇത്തബീങ്ങളായി മാറണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹബീബിനെ പറ്റി പഠിക്കണം, മുത്തിനെ പറ്റി വായിക്കണം. അപ്പം നമുക്ക് മഹബത്ത് വരും. മഹബത്ത് വന്നാലോ പിന്നെ ബാക്കിൽ ഒരാൾ തൊളിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് ചെയ്യും, അങ്ങ് മുത്തബിയായി മാറും. എത്ര ആശിക്യങ്ങൾ, നല്ല നല്ല രസമുള്ള ഉറുദു ഗീതുകൾ പാടിയ ആശിക്യങ്ങൾ, അതൊക്കെ അവരുടെ കൽബിൻ്റെ അകത്ത് നിന്ന് വന്നതാണ്. ഒരു ഗീത് നമുക്ക് ദുനിയാ സജാനെ വാലോं को दुनिया पसंद है, उक़बा बनाने वालों को उक़बा पसंद है, बुलबुल को रुखे खिले ज़ेबा पसंद है, मुझको मेरा हुलूर का रौला पसंद है. दुनिया सजाने वालों को, ദുനിയാവിനെ മഞ്ചാക്കുന്ന ആളുകൾക്ക്, ദുനിയാ പ്രേമികൾക്ക്, ദുനിയാവിൻ്റെ ആളുകൾക്ക് ദുനിയാ പസന്ത് ഹേ, ദുനിയാവാൻ ഇഷ്ടം അല്ലേ? നമ്മൾക്ക് ഇതിൽപ്പെട്ടത് അതാകട്ടെ. ഉഖ്ബാ ബനാനെ വാലോं को ഉഖ്ബാ പസന്ത് ഹേ, ആഖിറത്തിൻ്റെ ആളുകൾക്ക് ആഖിറമാണ് ഇഷ്ടം. बुलबुल को रूखे खिले ज़ेबा पसंद है, ബുൽബുൽ കിളികൾക്ക് നല്ല സൗന്ദര്യമുള്ള പുഷ്പങ്ങളുടെ ഇതളുകളാണിഷ്ടം. എന്നാൽ എനിക്കോ എൻ്റെ ഇഷ്ടം ദുനിയാവിനോടല്ല, എൻ്റെ ഇഷ്ടം മറ്റൊന്നല്ല. എൻ്റെ ഇഷ്ടം മുജ്കോ മെരാ പസന്ത് ഹേ, എനിക്കിഷ്ടം എൻ്റെ ഹബീബിൻ്റെ റൗളയാണ്, എൻ്റെ ഹബീബിനോടാണ്. ഹബീബിന് ആ റൗളയിൽ അന്തി ഉറങ്ങുന്നത് എൻ്റെ മെഹബൂബാണ്. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം, ഹബീബിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കണം. ദുനിയാ കാ മസാ ഹേ ഹർ സാസ് സേ